ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് പോയി മെയിൻസ് എക്സാമൊക്കെ കഴിഞ്ഞു. നിങ്ങളതിൻ്റെ പേപ്പറും അതുപോലെ തന്നെ റിവ്യൂസും ഒക്കെ കണ്ടും കേട്ടുമൊക്കെ കാണുമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പേപ്പറായിരുന്നു അത്. പക്ഷേ കുറേ പേർക്കെങ്കിലും നെഗറ്റീവ് മാർക്സ് വരുത്താൻ ചാൻസ് ഉള്ളൊരു പേപ്പറായിരുന്നു അത്. കാരണം ധാരാളം കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ പലരും ശരിയെന്ന് വിചാരിച്ച് കറുപ്പിച്ചതൊക്കെ എന്തായിട്ടുണ്ടാകാം, തെറ്റായിട്ടുണ്ടാകാം. അങ്ങനെ കുറേ പേർക്ക് മാർക്സ് ഡൗൺ ആയിട്ടുണ്ട്. ഇനി വളരെയധികം ക്രിസ്പ് ആൻഡ് ക്ലിയറായിട്ട് ഉറപ്പുള്ളവർക്ക്, നല്ല രീതിയിൽ കറണ്ട് അഫെയർ പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുള്ളവർക്ക് അത്യാവശ്യം നല്ല സ്കോറിങ്ങിലോട്ടും എത്താൻ സാധിക്കുന്നൊരു പേപ്പറാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ വരുമ്പോഴേ കൃത്യമായിട്ട് മാർക്സൊക്കെ പറയാൻ സാധിക്കുള്ളൂ, ഡിലീഷനൊക്കെ നോക്കിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ വിചാരിക്കുന്നതൊന്നും ആയിരിക്കണം എന്നില്ല അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫൈനലി വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ ഒരു എക്സാം എഴുതിയതിൽ നിന്ന് ഇനി അടുത്തൊരു PSC എക്സാമിന്, അത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും 10th ലെവലിൻ്റെ ബേസിസിൽ ഉള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ SCERT, NCERT, റാങ്ക് ഫയൽ പോലെയുള്ള ഇതിൽ നിന്നൊക്കെ കിട്ടും, സോഴ്സസിൽ നിന്നൊക്കെ പഠിച്ചു മാറ്റാൻ സാധിക്കും. പിന്നെ കുറേയധികം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ സബ്ജക്റ്റ് വൈസ് ഏരിയാസ് മനഃപ്പാടമായിരിക്കും. ഇനി എന്തെങ്കിലും അതിൽ മിസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. പക്ഷേ നമ്മൾക്ക് കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന പോർഷൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ് സ്കോർ ചെയ്യാൻ. ഓക്കെ, അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ പുതിയതായിട്ട് അതിൽ വരുന്നുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ബാക്കിലോട്ടുള്ള കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യണം, ധാരാളം കാര്യങ്ങൾ കാണണം. നമ്മൾ സ്ഥിരം ചോദിക്കുന്ന കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ടല്ലോ, അതൊന്നും ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെയധികം സ്പെഷ്യലായിട്ടുള്ള കറണ്ട് അഫെയർസും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഈ ഒരു പേപ്പറിൽ ഈസി ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല സ്കോറിങ്ങിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ അത്യാവശ്യം 20-ൽ 15-ന് മുകളിലെങ്കിലും മാർക്സ് സ്കോർ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴേ പഠിച്ച് മാറ്റണം നിങ്ങൾ. ഞാൻ 2 വീക്സിൻ്റെ സ്റ്റഡി പ്ലാൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീക്കിനെ സംബന്ധിച്ചിട്ടുള്ള കറണ്ട് അഫെയർസ് കുറച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ, സെക്കൻഡ് വീക്കിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ കൂടെ. അപ്പോൾ തേർഡ് വീക്കിൻ്റെ സ്റ്റഡി പ്ലാൻ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ ശ്രമിക്കാം കറണ്ട് അഫെയർസിൻ്റെ. ഇത് നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം ഒന്നും കൂടെ റിവിഷനും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏത് സോഴ്സ് വെച്ചിട്ടാണോ കറണ്ട് അഫെയർസ് പഠിക്കുന്നത് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യണം. മന്ത്ലി ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കണം. ഓക്കെ, ഇത് അത്യാവശ്യം സെറ്റായാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്കിലോട്ടൊക്കെ എത്താൻ സാധിക്കും. ഓക്കെ, ASMൻ്റെ സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റായിട്ട് തന്നെ ഇടാം. സോ ദാറ്റ് നിങ്ങൾക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ആ ഒരു സ്റ്റഡി പ്ലാൻ്റെ പറയുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കും ഞാൻ ഓരോ വീക്കിലും പറഞ്ഞിട്ടുള്ള കറണ്ട് അഫെയർ പോർഷൻസിൻ്റെ ഡിസ്കഷനും നടത്തുക കേട്ടോ. അപ്പോൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് തന്നെ ആ ഒരു ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. കാരണം നമ്മൾ 1-2 ആവർത്തി വായിക്കുന്നതിനേക്കാളും ഇമ്പാക്റ്റ് കൂടും നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ എന്നുള്ളതാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു കാര്യത്തിന് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഓരോ പേപ്പറിലും അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന കറണ്ട് അഫെയർസ്. ഓക്കെ, ബാക്കി ഏത് ഏരിയാസും നമുക്ക് എന്തൊക്കെ ചെയ്താലും പഠിച്ചു മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം കെയർഫുള്ളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ എക്സാം അത്യാവശ്യം നേരത്തെ കഴിഞ്ഞു. എൻ്റെയൊക്കെ മിക്കവർക്കും അങ്ങനെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാകും, കാരണം അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ നമ്മൾ സംശയദൃഷ്ടിയിൽ വെച്ചിട്ടുള്ളതായിരിക്കും ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതിലാണ് ചിലർക്കെങ്കിലും നെഗറ്റീവ് എന്ന് പറയുന്നൊരു സംഭവം വന്നിരിക്കുന്നത്. ഓക്കെ, മാക്സിമം നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം പണി കിട്ടും ഈ ഒരു സംഭവം. ഓക്കെ, വെറുതെ റാൻഡമായിട്ട് ഒരു ദിവസം കുറച്ചധികം വിഷയങ്ങൾ നോക്കി ഓക്കെ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്ട്രിക്ട്ലി ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കേൾക്കേണ്ടതെന്ന് എനിക്കറിയില്ല, നല്ല മഴയുണ്ട്, അപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട്
അവിടെ കുറേയധികം സാധനങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾക്ക് പർട്ടിക്കുലർ സാധനമാണ് വേണ്ടത്. അപ്പോൾ അറേഞ്ച്ഡായിട്ടിരിക്കുന്ന ഒരു കടയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. അതേസമയം ഇങ്ങായിട്ട് കുറേ കാര്യങ്ങൾ ഇരിക്കുകയാണ്, അതൊന്നും കൃത്യമായിട്ടല്ല എങ്കിൽ നമുക്കത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനിലോട്ട് കയറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിന് ഒരു അടുക്കും ചിട്ടയുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു എക്സാമിന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ എളുപ്പം. അതേസമയം കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ എവിടേക്കോ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും, കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കൃത്യത നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരണം. ഏതൊക്കെ രീതിയിൽ പഠിച്ചു മാറ്റണം എന്നുള്ളത്, എത്ര ടൈം ഓരോന്നിനും കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ വീക്ക് ഏരിയാസിന് സ്ട്രോങ് ഏരിയാസ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ റിവിഷനും മാക്സിമമായിട്ട് ചെയ്യണം. ഈ CA ഒക്കെ അത്യാവശ്യം റിവൈസ് ചെയ്യാതെ ഒന്നും നമ്മുടെ തലയിൽ ഇരിക്കില്ല, എത്ര നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാലും കേട്ടു എന്ന് പറഞ്ഞാലും. അപ്പോൾ അതിൻ്റേതായ ടൈം കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റഡി പ്ലാൻ അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഈ ഒരു CA പോർഷൻസ് ഇങ്ങനെ സ്റ്റഡി പ്ലാൻ്റെ കൂടെ പറഞ്ഞു പോകുന്നത് നല്ലതല്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. റിപ്പീറ്റഡായിട്ട് പറഞ്ഞു പോകുന്നത് നല്ലതല്ലേ എന്നുള്ളത്. ഇനിയിപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ നാളെ എഴുതാൻ പോകുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ് എനിക്കും ഉണ്ട് കേട്ടോ. എക്സാമിന് ടൈം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ സ്ലോ പേസിൽ പഠിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. അത്യാവശ്യം സ്പീഡിൽ കാര്യങ്ങൾ പഠിച്ചു മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.